الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ റമദാനിന് സാക്ഷികളാകുവാൻ അള്ളാഹു നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ഏറെ നന്മകൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ഈ പുണ്യമാസത്തിലെ നന്മകളെല്ലാം കരസ്ഥമാക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, പരലോകത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ലല്ലോ മരണം ഒരു വിഷയമായിട്ടുള്ളത്. മരണം എല്ലാവരും മരിക്കുമെന്നതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇനി മരണത്തിനപ്പുറത്തൊന്നുമില്ല എന്ന് വിശ്വസിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന അന്ത്യനിമിഷങ്ങളിൽ എൻ്റെ ജീവിതം സമാപിക്കുകയാണെന്ന് അറിയുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ നിർണായകമായ ഒരു സന്ദർഭം തന്നെയാണല്ലോ. അപ്പോൾ ഒരു വിശ്വാസിയല്ലാത്ത ഒരു ഭൗതികവാദിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണത്തെ അയാൾ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അത്തരത്തിൽ വിശ്വാസിയല്ലാത്ത ഒരാൾ ആ സന്ദർഭത്തെക്കുറിച്ച് അവലോകനം ചെയ്യുകയുണ്ടായി. അത് കേട്ടപ്പോഴാണ് മരണമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ആ ഒരു വലിയ സംഗതിയെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമായി കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം അർത്ഥവത്തായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത്, എന്തായാലും മരിക്കുക എന്ന് പറയുമ്പോൾ ജീവിതം അവസാനിക്കുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു നിമിഷമാണല്ലോ.
അതെന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സംതൃപ്തിയോടുകൂടെ മരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നാണ് അയാൾ പറയുന്നത്. അതായത് 70-80 കൊല്ലം ജീവിക്കുന്നതിന്റെ ലക്ഷ്യം സംതൃപ്തിയോടുകൂടെ മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആ സംതൃപ്തി? പരലോകമില്ലാത്ത, സ്വർഗമില്ലാത്ത, നരകമില്ലാത്തൊരു ലോകത്തേക്ക് അങ്ങനെ ഒരു യാത്രയില്ല. ഈ തീയിൽ എരിഞ്ഞു തീർന്നെന്റെ ജീവിതം, അല്ലെങ്കിൽ ഈ കുഴിമാടത്തിൽ അവസാനിച്ച എന്റെ ജീവിതം, അല്ലെങ്കിൽ ഈ ശ്വാസത്തോടെ തീർന്നെന്റെ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ആ ജീവിത സംതൃപ്തി എന്താണ്? അപ്പൊ അദ്ദേഹം പറയുന്നത്, ഓർമ്മ വെച്ച കാലം മുതലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക്, ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ആ ഓർമ്മകളിൽ മികച്ചു നിൽക്കുന്നത് നാം ചെയ്ത നന്മകളും നാം ചെയ്ത തിന്മകളുമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ തിന്മകളെക്കുറിച്ചുള്ള അടങ്ങാത്ത കുറ്റബോധവും നന്മകളെക്കുറിച്ചുള്ള ആത്മസംതൃപ്തിയുമാണ് മനുഷ്യന്റെ മരണസമയത്തുണ്ടാകുന്ന അനുഭവം എന്നാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരാൾക്ക് സംതൃപ്തിയോടെ മരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം നന്മകൾ പ്രവർത്തിച്ച് തന്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്ത് ഓർക്കാവുന്ന നല്ല കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങളും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണത്രേ മരണം സംതൃപ്തകരമായി തീരുന്നത്. അങ്ങനെ സംതൃപ്തകരമായി മരിക്കാൻ പറ്റിയാൽ ഈ ലോകത്ത് ജീവിച്ചതിന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു എന്നതാണ്. വിശുദ്ധ ഖുർആനും ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുന്നത് മരിക്കുമ്പോൾ മാത്രമുള്ള സംതൃപ്തി അല്ലട്ടോ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് ഖുർആൻ വിളിക്കുന്നത് ആ സമയത്തുള്ള ഒരു സംതൃപ്തി മാത്രമല്ല, ജീവിതത്തിലുടനീളം സംതൃപ്തിപ്പെടാൻ പറ്റിയ ആളാണ്. വിശ്വാസം കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും ഒരു ഇസ്ലാമിക ജീവിതം കൊണ്ടും അസ്വസ്ഥതകളില്ലാത്ത, ആശങ്കകളില്ലാത്ത, സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ കഴിഞ്ഞ ആത്മാവേ എന്ന് ഒരു നല്ല വിശ്വാസിയായി ജീവിച്ചവന്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വിശേഷണമാണ് സമാധാനമടഞ്ഞ ആത്മാവേ എന്ന്. അപ്പൊ ജീവിതകാലം മുഴുവനും സംതൃപ്തിയോടുകൂടെ ജീവിച്ച ഒരാള് മരിക്കുന്ന സമയത്ത് മാത്രം ബേജാറാകേണ്ട കാര്യമില്ലല്ലോ. മരിക്കുന്ന സമയത്തും ആ സംതൃപ്തി അയാളെ നല്ലൊരു യാത്രക്ക് പര്യാപ്തമാക്കുമെന്ന് ഉറപ്പാണ്. ഇണ്ടെന്താ അല്ലാഹ് പറയാ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ, നീ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് പോയിക്കോന്നാണ്. എങ്ങനെയാണ് പോകേണ്ടത്? നീ ചെയ്ത കർമ്മങ്ങൾക്ക് കിട്ടാവുന്ന നല്ല പ്രതിഫലങ്ങളെ കുറിച്ച് ഓർത്ത് നല്ല പ്രതീക്ഷയോടുകൂടെ ആ കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി സമാധാനത്തോടെ മരിച്ചു പോയിക്കോ എന്ന് ആ ആത്മാവിനോട് പറയപ്പെടുമെന്നാണ്. എന്റെ നല്ല ദാസന്മാരോടൊപ്പം ചേർന്നോ, സ്വർഗത്തിൽ കയറിക്കോ. ഇത് പരലോകത്ത് വെച്ചാണ് പറയാന്നാണ് പറയുന്നത് പല മുഫസ്സിരീങ്ങളും. അതായത് സ്വർഗത്തിന്റെ മുന്നിൽ എത്തുമ്പോൾ ആ നല്ല ആൾക്കാരെ കൂടെ സ്വർഗത്തിൽ പോയിക്കോ എന്ന് പറയുന്നതാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇതിവിടെ പറയാൻ കാരണം നന്മകളുടെ ആധിക്യമുണ്ടല്ലോ, അതുതന്നെയാണ് മരണത്തിന്റെയും പരലോകത്തിന്റെയും മനുഷ്യന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊക്കെ പലപ്പോഴും അതിപ്പോ നിർബന്ധമില്ലല്ലോ, അപ്പൊ അത്രയും ചെയ്യേണ്ടതില്ലല്ലോ എന്ന് ആലോചിച്ച് മാറ്റിവെക്കുന്ന ആയിരക്കണക്കിന് നന്മകൾ നമുക്ക് ഖേദം ഒരു പക്ഷേ തരുന്നതായിരിക്കുന്നു. നല്ല നല്ല അവസരങ്ങളെ, നന്മയുടെ സന്ദർഭങ്ങളെ പാഴാക്കി കളഞ്ഞവനാണ് മരണത്തെയും ജീവിതത്തെയും സംതൃപ്തിയോടുകൂടെ നേരിടാൻ പറ്റാത്ത ആളുകൾ അവരായിരിക്കുന്നത്. അപ്പൊ നന്മ തന്നെയാണ് പ്രധാനം. ജീവിച്ച കാലം കൊണ്ട് എത്ര കണ്ട് ചെയ്യാൻ പറ്റി എന്നത് തന്നെയാണ് പ്രധാനം. ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച പോലെ അൽ വസ്ന് യൗമ ഇതിൽ ഹക്ക്, തൂക്കുമല്ലോ, അത് ഉറപ്പാണ്. തൂക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതല്ല അല്ലാഹ് പറഞ്ഞത്, അൽ വസ്ൻ തുലാസ് അല്ലെങ്കിൽ തൂക്കി നോക്കൽ, അത് യൗമ ഇതിൻ അന്നേ ദിവസം അൽ ഹക്ക് ഉറപ്പാണ്. ഞാനും നിങ്ങളെ നിസ്കാരം, നോമ്പ്, നന്മ, സദഖയും എല്ലാം തൂക്കും. ഒരു മൊത്തക്കണക്കിനല്ല സുഹൃത്തുക്കൾ, ഒക്കെ അളന്ന് തൃപ്തപ്പെടുത്തി അതിനുള്ള തുലാസ് അവിടെ സ്ഥാപിക്കും. ഫമൻ തഖുലത് മവാസീനു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, തൂക്കമുണ്ടായാൽ, അവന്റെ തുലാസുകൾ കനം തൂങ്ങിയാൽ അവരാകുന്നു വിജയികൾ. അപ്പൊ നല്ലത് ചെയ്ത് തുലാസ് കനണ്ടാക്കിയിട്ട് തന്നെയാണ് വിജയിക്കേണ്ടത്. മനസ്സിലായി? അപ്പൊ നന്മകൾ കൂടുതൽ വേണം എന്നൊരു വിശ്വാസി ആഗ്രഹിക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം. വമൻ ഖഫ്ഫത് മവാസീനു ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യസ്ലിമൂൻ. എന്നാൽ ആരുടെ തുലാസ് കനം കുറഞ്ഞു? അവനാ നഷ്ടക്കാർ.
അള്ളാഹുവിന് ദൃഷ്ടാന്തങ്ങളിൽ അക്രമം പ്രവർത്തിച്ച ആൾക്കാരുണ്ട്, അവരാണ് നഷ്ടക്കാർ. ഇതൊന്നും യാഥാർത്ഥ്യങ്ങളായി കാണാതെ, ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ ജീവിച്ച അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടാകുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പില്ലാത്ത ജീവിതം ഉണ്ടല്ലോ, അവരാകുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആളുകൾ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടും. അപ്പൊ സുഹൃത്തുക്കളെ, നന്മ വേണമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ എത്ര കണ്ട് നന്മകൾക്ക് നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നുവോ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ അവസരം ഉണ്ടാക്കി തരിക എന്നുള്ളതിനാണ് അള്ളാഹു സ്വീകരിച്ച വഴി. അത്താക്കും റമളാൻ ഷഹ്റും മുബാറക്, ഇതാ വന്നു, ബർക്കത്തിന്റെ മാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു മാസം കൊണ്ട് നേടാവുന്ന നന്മകൾക്ക് അറ്റല്ല, കണക്കില്ല. നമ്മളൊന്ന് നോമ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക നിങ്ങൾ. പിന്നെ നമ്മൾ മാസം കണ്ടാൽ പിന്നെ അടുത്ത മാസം കാണുന്നവരെ വിശ്രമമില്ലാത്തൊരു മാസമാണ് റമളാൻ. അതായത് 30 ദിവസത്തെ പകലുകളിലും നമ്മൾ നന്മയിലാണ്. നോമ്പല്ലേ, ഒരു സെക്കൻഡ് നമ്മൾ നല്ലതിൽ നിന്ന് മാറി നിൽക്കണില്ലല്ലോ. അതായത് നേരം ഉദിച്ചു കഴിഞ്ഞ് അസ്തമിക്കുന്നത് വരെ നമ്മൾ നന്മയിലാണ്. ഇനി നോമ്പ് തുറന്ന് പിന്നെ എവിടെ സമയം? നോമ്പ് തുറന്ന് നമ്മൾ അടിസ്ഥാനപരമായി ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ നിന്ന് മാറ്റിവെച്ച് നമ്മൾ കഴിച്ച് ദാഹം തീർന്ന് വേണമെങ്കിൽ നമ്മൾ ആ മുസാഫ് എടുത്തു വെച്ചൊന്ന് നിവർത്തുമ്പോഴേക്ക് ബാങ്ക് കൊടുത്ത്, പിന്നെ നമ്മൾ രാത്രി നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി 10 മണിക്ക് 11 മണിക്ക് നമ്മൾ ഉറങ്ങേണ്ട ടൈമല്ലേ. പിന്നെ നമ്മൾ ഉണരുന്നത് എന്തിനാണ്? നോമ്പിന്റെ സമാരം. ഇത്രമാത്രം ടൈറ്റായി കർമ്മനിരതമായ ഒരു നന്മയുടെ മുഹൂർത്തം മറ്റുണ്ടോ? അത്താക്കും ഷഹ്റും മുബാറക്, നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന്റെ മാസം വന്നിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ നന്മയിലാണെന്ന് നമ്മൾ അറിയണില്ല എന്നുള്ളതാണ് നമ്മുടെ നഷ്ടം. ഏത്? ഞാൻ എല്ലാ സമയവും നല്ലത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നൊരു നീയത്തുണ്ടല്ലോ, ആ നീയത്ത് പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. ഞാൻ ഈ പകല് പട്ടിണി കിടന്ന് നോമ്പ് വിൽക്കുകയാണെന്നില്ല, നമ്മൾ മറന്നു പോവുകയാണ്. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, അള്ളാഹു നിങ്ങൾക്ക് എന്താണ് ഈ ബർക്കത്ത്? നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൽ തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വതുഗല്ലു ഫീഹി മരദതു ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും. ലില്ലാഹി ഫീഹി ലൈല, ഈ 30 ദിവസങ്ങളിൽ ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാളും ഉത്തമമായ രാത്രി. മൻ ഹുരിമ ഖൈറഹ, അതിന്റെ ഖൈർ ആർക്കെങ്കിലും നിഷിദ്ധമാക്കപ്പെട്ടാൽ അവന് എല്ലാ നന്മകളും നിഷിദ്ധമാക്കപ്പെട്ടവനെ പോലെയാണ് എന്ന് പറയുന്ന ഏറ്റവും മഹത്വരമായ ഒരു വചനത്തിലൂടെയാണ് ഈ പുണ്യങ്ങളുടെ മാസത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്മ നമുക്ക് വേണം. തുടങ്ങിയിട്ടുള്ളൂ, 2ാമത്തെ നോമ്പിലാണ് നമ്മൾ. വിശ്രമമില്ലാത്ത നന്മകൾക്ക് വേണ്ടിയുള്ള അതിശക്തമായ ഒരു പരിശ്രമത്തിനായിരിക്കണം നമ്മൾ ഇനിയുള്ള നാളുകളെ. എന്താ നന്മ കൊണ്ട് കാര്യം? ഒന്ന്, നമുക്ക് അള്ളാഹിന് ഇഷ്ടം കിട്ടും, അത് മതി സുഹൃത്തുക്കളെ. അള്ളാഹിന് ഇഷ്ടം കിട്ടും. നിങ്ങൾ രോഗിയായി കിടക്കാണോ? അള്ളാഹ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മതി, ആ രോഗം നമുക്ക് പ്രശ്നമാവില്ല. നിങ്ങൾ കടത്തിലാണോ? അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ മതി, ആ കടം നമുക്ക് പ്രശ്നമാവില്ല. നിങ്ങൾ കുടുംബ പ്രശ്നങ്ങളുണ്ടോ? അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ട നമുക്ക് അള്ളാഹിന് ഇഷ്ടം കിട്ടിയാൽ മതി. അള്ളാഹിന് ഇഷ്ടം എങ്ങനെ കിട്ടുക? ആരാധന എന്നതിന്റെ നിർവചനം തന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു തൃപ്തിപ്പെടുന്നു എന്നാണ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും പറയുന്ന കാര്യമാണ് ഇബാദത്ത് പറഞ്ഞാൽ. ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് വാങ്ങാൻ പറ്റും. മനസ്സ് ശുദ്ധമാകുന്നാണ്. നമ്മുടെ നന്മകൾ വർദ്ധിക്കും തോറും നമ്മുടെ മനസ്സ് ക്ലിയർ ആകും. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം. ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓതി പറഞ്ഞു തന്നിട്ട് നമ്മളെ ചെയ്യണം എന്താ പറയുക? സംസ്കരിക്കാൻ. എല്ലാ നന്മകളും നിസ്കരിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. സക്കാത്ത് കൊടുത്താൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. നന്മകൾ വർദ്ധിക്കും തോറും നമ്മുടെ മനസ്സ് ശുദ്ധമാകും. പാപങ്ങൾ പൊറുക്കും. നന്മ ഇങ്ങനെ കൂടുമ്പോൾ എന്താ അറിയോ? തിന്മകൾ അങ്ങനെ ഇല്ലാതെയാവും. നന്മകൾ എത്ര വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് തിന്മകൾ ഇല്ലാതാവും. ദഫ്ഉൽ ബലാ, മഹാവിപത്തുക്കളെ തടുക്കാൻ നന്മകൾക്ക് പറ്റും. എത്ര കണ്ട് നന്മകളെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നുവോ അതാണ്. അപ്പൊ ആ നന്മകൾ എന്ന് പറയുമ്പോൾ റമദാനിൽ എന്തൊക്കെ നന്മ? ഒന്ന് നോമ്പല്ലേ സുഹൃത്തുക്കളെ? നോമ്പ് എന്തുമാത്രം നന്മ നേടിത്തരുന്നൊരു പ്രവർത്തന. അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയമാണ്. എന്തിനുള്ള പരിചയമാണെന്ന് നിങ്ങൾ
ഒരടിമ നരകത്തുനിന്ന് അവനെ രക്ഷപ്പെടുത്താനുള്ള പരിചയം. അപ്പൊ ഈ നോമ്പോണ്ട് നരകത്തുനിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഉഫിരലഹുമാ തഖദ്ദമിന്തി ദംബി, കഴിഞ്ഞ പാപങ്ങളെല്ലാം പോറുക്കും. ഇതൊക്കെ നോമ്പോണ്ടുള്ള ഗുണമാണ്. കുല്ലു അമലി ഇബ്നു ആദം ലഹു ഇല്ല സിയാം. നോമ്പ് അതിന് ഞാനാണ് കൂലി എടുക്കാന്നുള്ളത്. അപ്പൊ ആ കൂലി എത്ര? കണക്കാക്കാൻ പറ്റാത്ത പ്രതിഫലം നോമ്പിന് വേണ്ടി നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. ലിസായിബ് ഫർഹത്താനി, നോമ്പുകാരൻ രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് സ്വർഗത്തിലെത്തുമ്പോൾ സന്തോഷം, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. അതേപോലെ തന്നെ നോമ്പുകാരന് മാത്രമായി കടന്നു പോകാൻ സ്വർഗത്തിന് പ്രത്യേകമായ ഒരു കവാടമുണ്ട്. എത്ര മാത്രം എന്നറിയാം നോമ്പിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിനു കൂലിയാണ്. നോമ്പിനുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ട്, ഉദാഹരണം പറയാം, ഭക്ഷണം കഴിക്കാതെ വായ എപ്പോഴും വാസനിക്കാനുള്ളൊരു സാധ്യത. നമുക്ക് തന്നെ ഒരു അരുചി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും നമ്മുടെ വായക്ക്. ആ ഒരു ബുദ്ധിമുട്ടില്ലേ, അതിന് അള്ളാഹു പ്രതിഫലം പറയാണ്. നോമ്പിന്റെ ഓരോ പ്രയാസങ്ങൾക്കും അള്ളാഹു പ്രതിഫലം പറയാണ്. ക്ഷമ ഉണ്ടല്ലോ, ഇന്നമാ യുവഫസ്സാബിറുന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത കൂലി ക്ഷമക്കാണ്. എത്ര ക്ഷമിക്കണത് സുഹൃത്തുക്കളെ! എന്തൊക്കെ പ്രയാസങ്ങളും ജോലി തിരക്കുകളും ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണ് പൊരി വെയിലത്ത് നിന്നിട്ട് നോമ്പ് നോക്കി. നമ്മൾ ചോദിക്കുമ്പോൾ വേർത്തിങ്ങനെ ഒലിക്കണ ആളുകൾ, എത്രയോ വെള്ളം കൊണ്ടുപോയി വെച്ച് ജോലി കഴിഞ്ഞവരെ കുടിക്കുന്ന ആളുകൾ, ആ വെള്ളക്കുപ്പില്ലാതെയാണ് ജോലിക്ക് വരുന്നത്. ഈ നട്ടുച്ചക്ക് എത്രയാ അവർ ക്ഷമിക്കുന്നത്? ആ ക്ഷമക്കാണ് പ്രതിഫലം. അത് കണക്കില്ലാത്ത പ്രതിഫലമാണ്. രോഗികളായ ആളുകൾ, നോമ്പ് നോൽക്കേണ്ടതില്ലാത്തവർ പോലും പലരും നോമ്പ് ഉപേക്ഷിക്കാനുള്ള പ്രയാസം കൊണ്ട് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു. പിന്നെ ആലോചിച്ചൊക്കെ നിങ്ങൾ, എന്താ റമദാനിക്കുള്ള പുണ്യം? പുണ്യം വർദ്ധിപ്പിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയണത്. രാത്രി നമസ്കാരമാണ്. രാത്രി നമസ്കാരം ഇത്ര മുടങ്ങാതെ നിസ്കരിക്കുന്ന ഒരു സമയം ഉണ്ടാവും സുഹൃത്ത്. ഏതെങ്കിലുമൊക്കെ രാത്രി ഉറങ്ങി പോകില്ലേ? നമ്മൾ മുടങ്ങാതെ നിസ്കരിക്കാണ്, വളരെ താല്പര്യത്തോടു കൂടിയാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ചില പള്ളികളിലൊക്കെ എന്താ വെച്ചാൽ ഒരു ജുസ് സമ്പൂർണമായി 1 or 2 ഇമാമ് നിന്ന് ഓതിയിട്ട് ആളുകൾ ആ നിസ്കാരം 12 മണി വരെ 11:30 വരെയൊക്കെ നിന്നിട്ട് നിസ്കരിക്കുന്നത് എത്ര ആസ്വദിച്ചും സന്തോഷിച്ചുമാണ്. ചെറു പിഞ്ചു പൈതങ്ങൾ നമ്മുടെ സൊഫിനിടയിൽ വന്നു നിന്നിട്ട് അവർ നിസ്കരിക്കണില്ലെങ്കിൽ ആ 11 റക്അത്ത് പൂർണ്ണമായിട്ട് രാത്രി നമസ്കാരത്തിന്റെ പുണ്യം ഏറ്റവും ലഭിക്കുന്ന ഒരു കാര്യം. കാരണം അഫ്ളലുസ് സ്വലാ ബഅദൽ മക്തൂബ്, ഫർദ് നിസ്കാരം 5 വക്ത് കഴിഞ്ഞാൽ പിന്നെ കൂടിയിട്ട് ഏറ്റവും വലിയ നിസ്കാരം ഏതാന്ന് വെച്ചാൽ രാത്രി നിസ്കാരമാണ്. അത് ജൗഫുൽ ലൈൽ, രാത്രി നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിനാണ് ഇജാബത്തു ദുആ. അള്ളാഹ് ഇങ്ങനെ ആകാശത്ത് നിന്ന് വിളിച്ചു ചോദിക്കാണ്, ചോദിക്കണില്ലേ? ആകാശത്ത് നിന്ന് അള്ളാഹ് ചോദിക്കണില്ലേ? എന്നോട് ചോദിച്ചാൽ ഇപ്പൊ കിട്ടും എന്ന് പറയുന്നു. മൻ യസ്അലുനി ഫഉഅതിഹു, ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുന്നതാണ്. മൻ യസ്തഗ്ഫിർനി ഫഅഗ്ഫിർഹു, എന്നോട് ഒരാൾ പാവമോചനം തേടിയാൽ ഞാൻ അവനെ പുറത്തു കൊടുക്കുന്ന പറയും. ഈമാനും തഖ്വയുള്ളവന് പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ രാത്രി നിസ്കാരം. പൂർവികന്മാരായ നമ്മുടെ പണ്ഡിതന്മാരിൽ സ്വാലിഹീങ്ങളായ ആളുകളുടെയൊക്കെ പതിവ് എന്ന് പറയുന്നത് രാത്രി നിസ്കാരം. അതൊക്കെ മുടങ്ങാതെ ആ സമയത്ത് വന്ന് അസ്വസ്ഥമാവാതെ മനസ്സാന്നിധ്യത്തോടെ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം എത്രയാണ് സുഹൃത്തുക്കളെ? മൻ ഖാമ മഅൽ ഇമാം ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈൽ. ഇമാം സലാം വീട്ടുന്നത് വരെ ആരെങ്കിലും ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ അവൻ എന്താണ്? ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടും. പിന്നെന്താ റമളാനിക്ക് നമ്മൾ ചെയ്യേണ്ടത്? ഖുർആൻ ഓതല്ലേ സുഹൃത്തുക്കളെ? ഖുർആൻ ഓത്. നോക്ക് നിങ്ങൾ, ഒരു വാക്കിനല്ലേ അർത്ഥം ഉണ്ടാവുള്ളൂ? ഒരു വാക്കിനല്ലേ, അക്ഷരങ്ങൾ ചേർന്ന ഒരു പദത്തിനല്ലേ അർത്ഥമുണ്ടാവുള്ളൂ? അർത്ഥങ്ങളും ആശയങ്ങളും പഠിപ്പിക്കാനുള്ളതല്ലേ ഖുർആൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ പ്രതിഫലം നിശ്ചയിപ്പിച്ച പഠിച്ചോന്തരങ്ങൾ അക്ഷരത്തിനാ കൂലി വെച്ചത്. അക്ഷരത്തിന് അലിഫ് ലാമീന്ന് ഓതുമ്പോ അലിഫും ലാമും മീമിനും ഓരോന്നിനും പൗപ്പത്ത് കൂലിയാണ്. എത്രയാ പ്രതിഫലം വെച്ചത്? ആ ഖുർആൻ എടുത്തിട്ട് നമ്മൾ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓതാൻ തീരുമാനിച്ച് എപ്പോഴാണോ റമളാനൊക്കെ ഒഴിവ് കിട്ടണം അപ്പോ സുബഹിസ്കരിച്ച് അത്തായം കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാൻ സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടോ അപ്പൊ ഒന്ന് ഓതി അല്ലെ? മഗ്‌രിബ് കഴിഞ്ഞ് തറാവീഹിന് പോലെ എടുക്കുന്ന സമയമുണ്ട് അപ്പൊ ഒന്ന് ഓതി. ലോറിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞിരുന്നേക്കൊന്ന് ഓതി. അസ്ർ കഴിഞ്ഞ് എപ്പോഴാണോ മുസാഫ് എടുത്തത് അപ്പോഴൊക്കെ ഓരോ ഹറഫിനാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. മാത്രമല്ല അൽ ഖുർആൻ യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി, തന്റെ അനുചരന്മാർക്ക് ആ ഖുർആൻ ഓതിയ ആളുകൾക്ക് എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് ശഫാഅത്ത്. ഈ ഇമാമിങ്ങളൊക്കെ നോക്കി നിങ്ങൾ, രാവിലെ ഇരുന്നിട്ട് തറാവീഹിന് ഓതാനുള്ള ഇഫ്ള് ഉച്ചവരെ ഓതുന്ന ഇമാമിങ്ങളുണ്ട്. ഒരു റമദാനിക്ക് വേറൊന്നും ആലോചിക്കണില്ല. ആ ഖുർആൻ മനപ്പാടമാക്കിയത് ഇങ്ങനെ മുറാജ ചെയ്യൽ മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. എത്ര ആയിരിക്കും അവിടെയൊക്കെ പ്രതിഫലം? ഇക്ര ഓത് വർത്തക്കി കേറിക്കോ, കയറാൻ വേണ്ടി പറയും. വറത്തിൽ കമാ കുന്ത
തുറത്തിൽ ഫി ദുനിയ, ദുനിയാവെന്ന് ഇങ്ങനെ തെർത്തിയിലായിട്ട് ഓതിയുന്നില്ലേ, ആ ഓതിയെ പോലെ ഓതി അങ്ങനെ കേറിക്കോ, സ്വർഗത്തിന്റെ തട്ടുകൾ കേറിക്കോ. അവസാന ഓതി ആയത്തില്ലേ, ആ ആയത്ത് എത്തുന്നത് വരെ കേറിക്കോന്ന് പറയും, സ്വർഗത്തിന്റെ തട്ടുകളിലേക്ക്. നിസ്സാരല്ല സുഹൃത്തുക്കളെ മുസാഫിർത്തിരിക്കണം, നിസ്സാര കാര്യമല്ല. ഒരായുസ്സും കൂടി ഏറെ തന്നിലെ പടച്ചോൻ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരു ഹത്തം കൂടെ തീർക്കണം എന്ന്, അത് നന്ദിയാണ്, ആയുസ് തന്നീന്റെ നന്ദിയാണത്. ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ പാരായണം, അതാണ് പ്രാർത്ഥന. നമ്മൾ വിചാരിക്കും ഞാൻ എന്റെ കാര്യങ്ങൾ ചോദിക്കല്ലേ, പക്ഷെ സുഹൃത്തുക്കൾ ആ കൈ ഉയർത്തി നിൽക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, 2 നിസ്കാരത്തിന് ഇക്കാമത്ത് കാത്തിരിക്കുമ്പോഴത്, രാത്രി സമയങ്ങളിൽ, നോമ്പ് തുറക്കണ സമയത്ത്, എന്തായാലും ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളാണ്. ആ പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, ആ പ്രാർത്ഥനകളെ കൊണ്ട് അത് ഇബാദത്താണ്. ദുആഉൽ മസ്അലത്താണെങ്കിൽ ഏതാണെങ്കിലും നമ്മൾ അള്ളാഹുവോട് ചോദിക്കല്ലേ, നമ്മുടെ ആവശ്യങ്ങളെ അള്ളാഹുവോട് ചോദിക്കുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു, രാവിലെയും വൈകുന്നേരം അദ്കാറുകൾ ചൊല്ലുന്നു. എത്രയെത്ര പുണ്യങ്ങളാണ് സുഹൃത്തുക്കളെ ഈ മാസത്തിൽ നമുക്ക് സാധ്യമാകുന്നത് എന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഫ്താർ, 200 ആളും 300 ആളൊക്കെ പങ്കെടുക്കുന്ന ഒരു പള്ളിക്കത്തൊരു ഇഫ്താർ നമ്മൾ കൊടുക്കുമ്പോ 300 നോമ്പിന്റെ പ്രതിഫലമാണ്. മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രി. എത്ര ഒരാളെ നോമ്പർപ്പിച്ചാൽ ആ നോമ്പിന് അവന് കിട്ടുന്ന പ്രതിഫലം നമുക്ക് കിട്ടും. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ശൈഅ. ഏത് നോറ്റോന്റെ നോമ്പിന് വല്ല കുറവുണ്ടാവും, ഓനൊന്നും കുറയാതെ മത്സരിക്കല്ലേ സുഹൃത്തുക്കൾ. അറബ് നാടുകളിലൊക്കെ ചെന്നാൽ ആളുകൾ എത്ര ഭക്ഷണം, ഒരു അവസരം കാത്തു നിൽക്കുകയാണ്. നമ്മൾ പറയുമ്പോഴേക്കിന് ആൾക്കാർ ചാടി വീഴുകയാണ്. ഒരവസരം, നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കാറിനാൽ നമ്മളിങ്ങനെ വലിയ പള്ളിക്കത്തെ 10,000, 15,000, 25,000 കൊടുക്കുക മാത്രമല്ല സുഹൃത്തുക്കൾ. നിങ്ങളുടെ മുറ്റത്തൊരാളിങ്ങനെ പോകുമ്പോൾ നോമ്പിന്റെ സമയമെങ്കിൽ ഇനി പോയാണെങ്കിൽ അവിടെ എത്തൂല കേട്ടോ, ഇങ്ങോട്ട് കയറിക്കോറിട്ട് നമ്മളത് ഷെയർ ചെയ്താൽ മതി, ഒരു നോമ്പ് കിട്ടും. നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാരക്ക് വരെ 2 കാരക്ക് കയ്യെ പിടിച്ചിട്ട് നിങ്ങൾ അടുത്ത സഹപ്രവർത്തകൻ ആ നോമ്പുണ്ടോ ചോദിച്ചു കൊടുത്താൽ, ആ ബസ് സ്റ്റോപ്പിലെത്തി പിന്നെ കൊടുത്താൽ, 10 കൊടുത്താൽ 10 നോമ്പ് നമുക്ക് കിട്ടും. ഇത് വെറുതെ ആർഭാടപൂർവമായ ഭക്ഷണങ്ങൾ വിളമ്പി കൊടുക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല, മനസ്സിലായി. നമ്മുടെ സുഹൃത്തിനെ നമ്മൾ വിളിക്കുകയാണ്, എന്ത് എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ, നോമ്പിന് ബുദ്ധിമുട്ടിക്കല്ല, നാളെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ജീരൻ വാന്ന് പറഞ്ഞാൽ മതി, നമ്മളത് ഷെയർ ചെയ്താൽ മതി, ഓരോ നോമ്പിന്റെ പ്രതിഫലം കിട്ടും. ഒരു നോമ്പ് നമ്മളെ കൊണ്ട് തുറപ്പിക്കപ്പെട്ടാൽ നമുക്കൊരു എത്ര വലിയ പുണ്യാണ് സുഹൃത്തുക്കളെ. ഒരാളുടെ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുക പറഞ്ഞാൽ അത് ചെറിയ പ്രതിഫലമല്ലല്ലോ. സദക്ക ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. സദക്കകൾ നമ്മൾ കൊടുക്കണം. റമദാനിക്ക് ഒരു വിഹിതം മാറ്റിയേക്കണം. ഈ റമദാനിക്ക് എനിക്ക് കൊടുക്കാനുള്ളതാണ് ഈ 25,000, അങ്ങനെ മാറ്റിയേക്കണം, അപ്പോഴേ കൊടുക്കുള്ളൂ. കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ സമാധാനിച്ചിട്ടൊരു കാര്യമില്ല, ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, വെറുതെ ഇങ്ങനെ തോന്നുകയാണ് കൊടുക്കുന്നുണ്ടാവും. അത് മാറ്റിച്ചിട്ടാണ് തീർക്കണം. അപ്പോഴാണ് ഒരു ദിവസത്തേക്ക് നിങ്ങൾ 500, 100, 10 റുപ്യോ, ഒരു 300 റുപ്യ മാറ്റിച്ച് ഒരു ദിവസം 10 റുപ്യ ഞാൻ കൊടുക്കും തീരുമാനിച്ചാൽ അതേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഷാഫി ഇമാം റമദാനിലെ സദഖ റസൂലുള്ളാഹിനെ അനുകരിച്ചു. റസൂലുള്ളാഹിനെ അജ്വദുൻ നാസ് ബിൽ ഖൈറാൻ, റമദാനിക്കാണ് ഏറ്റവും അധികം കൊടുത്തിരുന്നത് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അഹബ്ബു ലിർറജുലി അസിയാദ ഉഹിബ്ബു ലിർറജുലി, ഒരു മനുഷ്യന് ഞാൻ ഇഷ്ടപ്പെടുന്നു അസിയാദ ബിൽ ജൂദി ഫി ശഹ്രി റമദാൻ, റമദാനിൽ അവന് ഭയങ്കരമായ ഔദാര്യം കൊടുക്കുക എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാകുന്നു എന്നാണ്. ഇഖ്തിദാഅൻ ബിർ റസൂൽ, അത് റസൂലിന്റെ മാതൃകയാണ്. റമദാനിക്ക് കുറച്ചധികം സദഖ കൊടുക്കുക എന്നുള്ളത് എന്താണ്, നബിന്റെ മാതൃകയാണ്. ഒരു ഹാജത്തിന്റെ ആസിഫിഹിലാമസ്, അന്ന് ജനങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നാണ്. ആ പൈസ എന്തുകൊണ്ട് ആവശ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒരു തശാഹുലി വക്കാസി, പല ആളുകൾക്കും തൊഴിലിന് പോകാൻ പറ്റൂല, തൊഴിലുണ്ടാവൂല. അപ്പൊ ആ സാധുക്കൾക്ക് ഒരു മാസത്തേക്കുള്ള വിഹിതം കിട്ടിയാൽ തരും, സമാധാനത്തോടെ നോമ്പോൽക്ക. നമ്മൾ ഒരാളെ സഹായിച്ചാൽ അയാൾക്കൊരു 2,000 റുപ്യ ഒരാളെ കൈ കൊടുത്ത്, പാവപ്പെട്ട കൈ കൊടുത്താൽ ഓൻ 4 ദിവസം പണിക്കോ, അത് എന്ത് ചെയ്യുക, ഓന്റെ ആരാധനക്ക് അയാൾക്ക് സമയം കാണുമാകും. ഒരു ആശ്വസിപ്പിക്കലാണ്, ഒരു സമാധാനമാണെന്ന്. അവിടെ റമദാനിലെ സദഖകൾ പ്രത്യേകം പുണ്യമുള്ളതാണെന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ആലോചിക്കുക, തുടങ്ങണുള്ളൂ, എന്തുമാത്രം നന്മകൾ നമുക്ക് നേടാൻ പറ്റും എന്ന് മാത്രം ചിന്തിക്കുക. ഒരു നിമിഷം പോലും നന്മയില്ലാതെ കടന്നു പോകുന്ന ഈ റമദാൻ നല്ല ഉദ്ദേശശുദ്ധിയോടെ, മനസ്സാന്നിധ്യത്തോടെ, പ്രാർത്ഥനയോടെ സ്വീകരിക്കണമേ എന്ന ഹൃദയത്തിന്റെ ഭയത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ആയുസ്സിൽ ഏറ്റവും നല്ല റമദാൻ ഈ റമദാൻ ആയിരിക്കും. അങ്ങനെ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.
അള്ളാഹു നമുക്ക് നല്ലത് വിചാരിച്ചിട്ടുണ്ടോ? നമുക്ക് നല്ലൊരു ഭാവിയാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? നമ്മളെക്കുറിച്ച് നല്ലതാണോ അള്ളാഹു വിചാരിച്ചത് എന്നൊരടിമക്ക് അറിയാനുള്ള മാർഗം എന്താ? അവന് ദീനിനോടുള്ള ദീൻ പഠിക്കാനുള്ള താല്പര്യം. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അവഗാഹം കൊടുക്കുന്നു. ദീന് പഠിക്കാൻ താല്പര്യം. നമ്മളെന്നെ ജുമാക്ക് വന്ന് എല്ലാ ആളുകളെയും ഈ പള്ളിന്റെ ചുറ്റോളം താമസിക്കുന്ന ആൾക്കാരായിട്ടല്ല ഇവിടെ ജുമാക്ക്. നമ്മളെന്തെങ്കിലും ദീനിയായ കാര്യങ്ങൾ പഠിക്കണം വിചാരിച്ചു വരുന്നതാണ്. അത് അള്ളാഹു നമുക്ക് തന്നൊരു ഖൈറാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയാന്നുള്ളത് ഖൈറാണ്. സുഹൃത്തുക്കളെ, ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ദീന് പഠിക്കാനുണ്ട്. റമദാന്റെ അനുബന്ധിച്ചുള്ള പ്രത്യേക ഖുർആൻ പ്രഭാഷണങ്ങൾ, കാരണം ഖുർആന്റെ മാസമാണ്. ഖുർആന്റെ പ്രഭാഷണങ്ങൾ എല്ലാറ്റിലും നമ്മുടെ സാന്നിധ്യം വേണം. ഒരു മനസ്സ് വേണം. റമദാന്റെ കാലത്തെങ്കിലും എന്താണ്, ഒന്ന് മനസ്സിനെ ഫ്രീ ആക്കുക, ഓട്ടങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അങ്ങനെ റമദാനിൽ പ്രത്യേകമായി ദീൻ പഠിക്കാനും ഖുർആൻ പഠിക്കാനും നമ്മുടെ സമയം കണ്ടെത്താൻ അള്ളാഹു അതിന്റെ തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ ആരാധനകളെ, നോമ്പിനെ, നമസ്കാരങ്ങളെ പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ ഞങ്ങൾ ഇന്ന് കബൂർ ചെയ്യണമേ റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം. ഈ റമദാൻ പൂർണ്ണ ഭക്തിയോടെ പ്രതിഫലാഗ്രഹത്തോടുകൂടെ ഈമാനോടുകൂടെ പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹു ഞങ്ങൾക്ക് അറിവിനെ നീ വർദ്ധിപ്പിച്ചു തരണമെന്ന്. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ആളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം. എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹു ഇതിന്റെ ദീനിന് വേണ്ടി ഞങ്ങളെടുത്ത നല്ല തീരുമാനങ്ങൾ, നല്ല ഉദ്ദേശങ്ങൾ, നല്ല പരിശ്രമങ്ങളെ അതിന്റെ വിജയത്തിലേക്ക് നീ എത്തിക്കണമേ റഹ്മാൻ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബൻ നാർ